ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കോണമിക് കോറിഡോർ. സോ ഇതെന്താണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കോണമിക് കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചരക്ക് കപ്പല് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ കറന്റ്ലി ഉള്ള സഞ്ചാരപാത എങ്ങനെയാണ്? നിങ്ങൾക്കറിയാം, യൂറോപ്പിൽ നിന്ന് വാസ്കോഡ ഗാമ വന്നത് എങ്ങനെയാണ്? ആഫ്രിക്കൻ മുനമ്പ് ചുറ്റിയിട്ടാണ് വന്നത്. അന്ന് നമ്മളുടെ ഈ സൂയസ് കനാൽ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. സോ ദ കേപ്പ് ഓഫ് ഗുഡ് ടൗൺ ചുറ്റാൻ സാധിച്ചതാണ് നമ്മളുടെ വാസ്കോഡ ഗാമയ്ക്ക് പറ്റിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇന്ത്യ കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയത്. അതുപോലെ പിന്നീട് സൂയസ് കനാലുകൾ വരികയും ലോകത്തിന്റെ ചരക്ക് നീക്കം എങ്ങനെയൊക്കെ മാറി? നമ്മളുടെ സൂയസ് കനാലിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടായി, ഈജിപ്തിന്റെ സൂയസ് കനാലിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടായി. എന്നാൽ ഈ ചരക്ക് നീക്കങ്ങൾ പ്രധാനമായിട്ടും എന്താണ്? ഹൈലി കോസ്റ്റ് കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ്. സോ അതിലുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളുടെ ആവറേജ് കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവും. സോ അതിനു വേണ്ടിയിട്ടുള്ള പല പ്രക്രിയകളും ലോകത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ചൈനയുടെ പ്രൊജക്ട് എന്തിനു വേണ്ടിയിട്ടാണ്? പെർട്ടിക്കുലർലി ഈ ചരക്ക് നീക്കങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കോണമിക് കോറിഡോർ. ഇവിടെ എന്താണ്? ഇറ്റ്സ് എ മൾട്ടി മോഡൽ പ്രൊജക്ട്. എന്താണ് ഈ മൾട്ടി മോഡൽ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൾട്ടി മോഡൽ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലുകളുടെ സഹായത്തോട് കൂടിയിട്ട്, റെയിലുകളുടെ സഹായത്തോട് കൂടിയിട്ട്, റോഡ് ട്രാൻസ്പോർട്ടേഷൻ സഹായത്തോട് കൂടിയിട്ട്, ദെൻ എനർജി പൈപ്പ് ലൈൻസുകൾ കണക്ട് ചെയ്യും. ഇങ്ങനെ മൾട്ടി മോഡൽ ആയിട്ടുള്ള ഒരു എന്താണ് ചരക്ക് നീക്കത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്? ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോകും. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? പെർട്ടിക്കുലർലി സൗദി അറേബ്യ റീജിയൻ. ദെൻ അവിടെ നിന്ന് ഇങ്ങടേക്ക് പോകും. അവിടെ നിന്ന് ഇസ്രായേലിനെ കണക്ട് ചെയ്യും, ഹൈഫ പോർട്ടിനെ കണക്ട് ചെയ്യും. സോ ഇസ്രായേലിനെ കണക്ട് ചെയ്യും. ദെൻ അവിടെ നിന്ന് ഇങ്ങടേക്ക് പോകും, യൂറോപ്പിനെ കണക്ട് ചെയ്യും, അതായത് ഗ്രീസിലേക്ക് പോകും. സോ ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് എത്താനായിട്ട് എന്ത് വേണം? കപ്പലുകളുടെ കമ്പനി വേണം. കപ്പലുകളുടെ സഹായത്തോടു കൂടിയാണ് അവിടെ എത്തുന്നത്. ദെൻ സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മേജർലി റെയിൽ ആൻഡ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉണ്ടാവുക. ദെൻ അവിടുന്ന് ഇസ്രായേൽ വരെ നോർമലി കണക്ട് ചെയ്യാം. ഇസ്രായേലിൽ നിന്ന് ഗ്രീസിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ കപ്പലുകളുടെ സഹായം എടുക്കണം. ഇങ്ങനെ ഒരു മൾട്ടി മോഡൽ പ്രൊജക്റ്റ് ആണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കോണമിക് കോറിഡോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇന്ത്യക്ക് വേറൊരു പ്രൊജക്ട് ഉണ്ടല്ലോ. എവിടെയാണ്? നോർത്ത് സൗത്ത് കോറിഡോർ ഉണ്ടല്ലോ ഇന്ത്യക്ക്. അതായത് ചബഹർ പോർട്ടിൽ നിന്ന്, ഇറാനിലെ ചബഹർ പോർട്ടിൽ നിന്ന്, നിങ്ങളുടെ മൈൻഡ് മാപ്പിലേക്ക് ഇറാനും ചബഹർ പോർട്ടൊക്കെ വരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇറാനിലെ ചബഹർ പോർട്ടിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് അല്ല, സെൻട്രൽ ഏഷ്യയെ കണക്ട് ചെയ്തുകൊണ്ട്, ചബഹർ പോർട്ടിൽ നിന്ന് സെൻട്രൽ ഏഷ്യയെ കണക്ട് ചെയ്തുകൊണ്ട് റഷ്യയിലേക്ക് പോകുന്ന ഒരു കോറിഡോറും ഇന്ത്യ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. സോ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ മിഡിൽ ഈസ്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് യൂറോപ്പിലേക്ക് പോകുന്ന ഒരു പ്രൊജക്ട് ആണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കോണമിക് കോറിഡോർ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? നമ്മളുടെ ചരക്ക് നീക്കങ്ങളുടെ കോസ്റ്റും ടൈമും ഒരു 20 to 40% കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ലക്ഷ്യം. ദെൻ നമ്മളോട് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന കൺട്രികളിലെ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചറൽ ഇംപ്രൂവ്മെന്റ്. ദെൻ അത് കൂടാണ്ട് എനർജി ട്രാൻസ്ഫർ കൃത്യമാക്കുക. ഈ പ്രദേശങ്ങൾ, ഇപ്പൊ മിഡിൽ ഈസ്റ്റ് എന്ന പ്രദേശം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ കൈയടക്കി വെച്ചിരിക്കുന്നത് ഓയിലുകളാണ്, ക്രൂഡ് ഓയിലുകളാണ്, നാച്ചുറൽ ഗ്യാസുകളാണ്. ഇതിന്റെ എല്ലാം സുഗമമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇന്ത്യയിലേക്ക് നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു പ്രൊജക്ടിന്റെ വിഷൻ എന്ന് പറയുന്നത്. 2022-23 കാലഘട്ടങ്ങളിലാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്? പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്, G20 സബ്മിറ്റിന് ശേഷം. ഓക്കെ, പക്ഷേ 2023 തന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 7 അറ്റാക്ക് ഉണ്ടായി. ഹമാസ് കയറിയിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. അത് ഈ ഒരു പ്രൊജക്ടിന് കോട്ടം തട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഈ പ്രൊജക്ട് പ്രപ്പോസ് ചെയ്യുന്നത് ഒരു സ്റ്റേബിൾ മിഡിൽ ഈസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടങ്ങളിലാണ്, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മിഡിൽ ഈസ്റ്റ് കുറച്ചുകൂടി ശാന്തമായിരുന്ന ഒരു സമയത്തായിരുന്നു. അബ്രഹാമിക് അക്കോർഡുകൾ വരുന്നു, USA-യും ഇസ്രായേലും അറബ് റിലീജിയസ് കൺട്രീസ് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നിരുന്ന് വട്ടമേശ സമ്മേളനവും ചായയൊക്കെ കുടിക്കുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കോണമിക് കോറിഡോർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
എന്നാൽ ഉടനെ ഹമാസ് കയറി അറ്റാക്ക് ചെയ്യുകയും നമ്മളുടെ മിഡിൽ ഈസ്റ്റ് എക്കോണമിക് കൊറിഡോർ പോകേണ്ട ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ഇസ്രായേലും അറബ് റിലീജിയനുമായിട്ട് ഇടഞ്ഞു. അത് ഹ്യൂജ് സെറ്റ് ബാക്സ് നമ്മളുടെ ഈ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് കൺസേൺ. ഓക്കെ, സോ രണ്ട് രീതിയിലാണ് ഈ ഒരു കൊറിഡോർ വരുന്നത്. ഈസ്റ്റേൺ കൊറിഡോർ, അതായത് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കൊറിഡോർ, മിഡിൽ ഈസ്റ്റിൽ നിന്ന് എങ്ങടേക്ക് കണക്ട് ചെയ്യുന്ന, യൂറോപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന മറ്റൊരു കൊറിഡോർ. ദെൻ എന്താണ് ചലഞ്ചസ്? ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ചലഞ്ചസ്? ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ റിലേഷൻസുകൾ പലപ്പോഴും മാറി മാറി വരുന്നു മിഡിൽ ഈസ്റ്റിൽ. ഇസ്രായേലിനെയും കണക്ട് ചെയ്യണം നമുക്ക്, ആരെയും സൗദി അറേബ്യയും കണക്ട് ചെയ്യണം, മുസ്ലിം മെജോറിറ്റി അറബ് കൺട്രീസിനെയും നമുക്ക് കണക്ട് ചെയ്യണം. അതൊരു ഹ്യൂജ് പ്രോബ്ലം ആണ്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേജർ അലീസിനെയും, നമ്മളുടെ ഇന്ത്യയുടെ പല സുഹൃത്തുക്കളെയും നമ്മൾ ഇതിൽ ഭാഗവാക്കുകളാക്കിയിട്ടില്ല. ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഭാഗവാക്കുകളാകുക? മിഡിൽ ഈസ്റ്റിലൂടെ പോകുമ്പോൾ UAE-നെ നമ്മൾ അവിടെ ഒന്ന് ഒഴിവാക്കി. പിന്നെ ആരെ ഒഴിവാക്കി? പിന്നെ നമ്മളുടെ ഇറാനെയും ഇറാഖിനെയും നമ്മൾ അവിടെ ഒഴിവാക്കി. ചബഹർ പോർട്ടൊക്കെ പണിത് വെച്ചിട്ട് ചബഹർ പോർട്ടിലേക്കൊന്നും പോകാണ്ട് നമ്മൾ നേരെ സൗദി അറേബ്യയിലേക്കാണ് പോയിരിക്കുന്നത്. ദെൻ ടർക്കി എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ട്. എന്താണ്? തുർക്കി. മേജർലി ഇസ്ലാമിക് നേഷൻ ആണ്. എന്താണ്? നമ്മളുടെ പഹൽഗാം അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടർക്കി എന്ന് പറയുന്ന കൺട്രി. സോ ഈ അവസരത്തിൽ നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് അറബ് രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത ഒരു പ്രൊജക്ട് പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ടർക്കിയെ ഉൾപ്പെടുത്തിയിട്ട് ഇല്ല എന്നുള്ളത് ടർക്കി ഒരു പാര വെക്കാനായിട്ടുള്ള സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടർക്കിയെ നമ്മൾ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ മേജർ മുസ്ലിം കൺട്രി സപ്പോർട്ടിങ് ഈവൻ പാകിസ്ഥാൻ. ഓക്കെ, ദെൻ ആരുണ്ട്? തൊട്ട് താഴെ ആരുണ്ട്? ഈജിപ്ത് ഉണ്ട്. ഇസ്രായേലിനും താഴെ സീനായ് മരുഭൂമി, ഷെറം ഈ ഷെയ്ഖ് ഒക്കെ കണക്ട് ചെയ്യുന്ന ആരുണ്ട്? ഈജിപ്ത് ഉണ്ട്. ഈജിപ്തിനെയും ഈ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. സോ മേജർലി ഏതിലേക്ക് കൂടെയാണ്? സൗദി അറേബ്യയിലേക്ക് കൂടി പോകും. ദെൻ ഇസ്രായേലിനെ കണക്ട് ചെയ്യും, ജോർദാനെ കണക്ട് ചെയ്യും. ദെൻ ഓളിലേക്ക് വരുമ്പോൾ ഗ്രീസിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് എൻ്റർ ചെയ്യുന്നത്. ടർക്കിയിലേക്കല്ല, ഗ്രീസിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് എൻ്റർ ചെയ്യുന്നത്. സോ അതിന് ചുറ്റുമുള്ള പല കൺട്രീസിനെയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഞങ്ങളെ ഒഴിവാക്കി എന്നൊരു സാധ്യത വരാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഹഡിൽസ് ആണ്. ആര് എത്ര രൂപ മുടക്കും? എങ്ങനെയാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ബാക്കിയുള്ള പേയ്മെന്റുകളും കാര്യങ്ങളും? എങ്ങനെയാണ് ഒരു പോർട്ട് ബിൽഡ് ചെയ്തത്? ഡെപ്റ്റ് ആണോ? അല്ലെങ്കിൽ എങ്ങനെയാണ്? അതിനൊക്കെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമില്ല. ദെൻ ഓപ്പറേഷണൽ ആൻഡ് സ്ട്രാറ്റജിക് റിസ്ക്, അത് ഞാൻ നമ്മളുടെ പൊളിറ്റിക്കൽ റിസ്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി കാരണം ഉണ്ടാകുന്ന റിസ്കുകളാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ റോഡ് എഹെഡ്? ഇനി നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത് നമ്മളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. നമ്മളുടെ ഒരു 30 to 40% ടൈമും കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. പക്ഷേ നമ്മളുടെ ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ആകാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണ്? സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് കറന്റ് ഒരു ടൈപ്പ് ബിൽഡ് ചെയ്തു. ഞങ്ങളെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുക? ഞങ്ങളെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളക്റ്റീവ് ഡിഫൻസ് എടുക്കുന്നതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ സൗദി അറേബ്യയിൽ കൂടിയാണ് നമ്മളുടെ റോഡ് റെയിൽ മാർഗം, മൾട്ടി മോഡലിലെ റോഡും റെയിലും ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത്. സോ ഇങ്ങനെ ഒരു പ്രൊജക്ടിന് സൗദി അറേബ്യ മൗനസമ്മതം മൂളും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ചിലപ്പോൾ ഒരു മൗനസമ്മതമൊക്കെ മൂടിയെ കാട്ടും. കാരണം എന്താണ്? ഇന്ത്യ അവരുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ്. സൗദി അറേബ്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഗർലി നിൽക്കുന്ന ഒരു എക്കോണമി മാത്രമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ദെൻ ടർക്കിയുടെ എതിർപ്പ് നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഈജിപ്തിന്റെ എതിർപ്പ്. ഈജിപ്ത് നമ്മളുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള ഒരു രാഷ്ട്രമാണ്. പക്ഷേ സൂയസ് കനാലിൽ കൂടി പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനം ഈ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ നിലക്കില്ലേ? പണത്തിന്റെ കേസിൽ വരുമ്പോൾ സൗഹൃദം എല്ലാവരും മറക്കും. സോ ഈജിപ്തിൽ നിന്നുള്ള എതിർപ്പ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ UAE-നെ വിളിച്ചിട്ട് നമ്മൾ ബ്രിക്സിൽ വരെ എന്ത് കൊടുത്തു? ഇത് കൊടുത്തിരിക്കുകയാണ്. ബ്രിക്സിൽ വരെ മെമ്പർ ആക്കിയിരിക്കുകയാണ്. എന്നാൽ അവരുടെ പ്രദേശത്തോട് എന്ത് പോകുന്നില്ല? ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കോണമിക് കോറിഡോർ പോകുന്നില്ല. സോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇതിൽ കൂടുതലായിട്ടുണ്ട്. സോ ഇതാണ് ഇതിലെ മേജർ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ ആണോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് അർബൻ ഫിസ്ക്കൽ ക്രൈസിസ്. എന്താണ്? അതായത് നമ്മളുടെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും വരുമാനത്തിൽ ഉണ്ടാകുന്ന വലിയ ഇടിവിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. എങ്ങനെയാണ് നമ്മളുടെ അർബൻ ലോക്കൽ ബോഡീസിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വേണ്ടിയിട്ട് ഫിസ്ക്കൽ ഡെവല്യൂഷൻ സംഭവിക്കുന്നത്. രണ്ടാമത് എന്താണ് മുനിസിപ്പൽ ബോണ്ട്സ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനിച്ചു. സോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഉള്ള ഫിസ്ക്കൽ റവന്യൂസ് വരുന്നത്. റവന്യൂസ് എന്താണ്? മേജർലി റവന്യൂസ് എങ്ങനെയാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്? മേജർലി സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഡിവോൾവ് ചെയ്യുന്ന, മേജർലി സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിവോൾവ് ചെയ്യുന്ന ഫണ്ടുകൾ മാത്രമാണ് അവരുടെ വരുമാനങ്ങളായിട്ട്, പ്രധാന സോഴ്സ് ഓഫ് വരുമാനം ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെവല്യൂഷൻ ഓഫ് ടാക്സ് ആണ്. അല്ലാണ്ട് അവർക്ക് ഓൺ ടാക്സുകൾ ഉണ്ടോ? നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഇവരിലേക്ക് നിങ്ങൾ അടയ്ക്കുന്ന ടാക്സുകൾ ഏതൊക്കെയാണ്? പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്. കഴിഞ്ഞ മാസമാണ് നിങ്ങളിൽ പലരും, ഇപ്പോൾ നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ പലരും പ്രോപ്പർട്ടി ടാക്സ് അടച്ചിട്ടുണ്ടാകുക. ഒരു 2500 രൂപ അല്ലെങ്കിൽ 1500 രൂപയൊക്കെയാണ് 2 വർഷത്തെയും കൂടി കൂട്ടിയിട്ട് ഏകദേശം നിങ്ങൾക്ക് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ, നിങ്ങൾ ആ പഞ്ചായത്തിൽ ഇത് ചെയ്യുന്ന പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ടാക്സ് ഉണ്ടാകും. അതും 2500 രൂപയായിരിക്കും. നിങ്ങളുടെ എംപ്ലോയർ അടയ്ക്കേണ്ട ടാക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങളൊരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറാണ്. അവിടെ ആ എയ്ഡഡ് സ്കൂള് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്തടയ്ക്കണം? ഒരു പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു തിയേറ്റർ ഉണ്ട്, ഒരു സിനിമ തിയേറ്റർ ഉണ്ട്. ആ സിനിമ തിയേറ്റർ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഡയറക്ട്ലി അടയ്ക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ ടാക്സുകൾ മാത്രമാണ് കമ്പയർഡ് ടു ഇൻകം ടാക്സ് പോലെയുള്ള ഡയറക്ട് ടാക്സുകളായിട്ടും GST പോലെയുള്ള ഇൻഡയറക്ട് ടാക്സുകളൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ വളരെ ചെറിയ ചെറിയ ടാക്സുകൾ മാത്രമാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷമല്ല, ജനുവരി ഫെബ്രുവരിയിലാണെന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു. എന്താണ്? നമ്മളുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, വിച്ച് മീൻസ് ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളെയും റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആവറേജ് റവന്യൂ എടുത്തു കഴിഞ്ഞാൽ അത് 5000 രൂപയിൽ താഴെയായിരിക്കും. സോ അവരുടെ തനത് ഫണ്ട് എടുത്തിട്ട് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, എത്ര പഞ്ചായത്തുകൾ ഉണ്ടോ അത് വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ, ഇതിനെയാണല്ലോ ആവറേജ് എടുക്കുന്നത്. ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിന് മിനിമം കിട്ടുന്നത് 5000 രൂപ മാത്രമായിരിക്കും. 5000ൽ താഴെയാണ് അവരുടെ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് അവർക്ക് ചിലപ്പോ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്താണ്? ഇന്ത്യയുടെ ആത്മാവാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവരുടെ ഫിസ്ക്കൽ ക്രൈസിസ് ഒരു ഹ്യൂജ് പ്രോബ്ലംസ് തന്നെയാണ്. നമ്മളിപ്പോൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദെൻ GST 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വൺ നേഷൻ വൺ ടാക്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഫിസ്ക്കൽ ഡെവല്യൂഷൻ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അവർക്ക് കൃത്യമായിട്ട്. ഫോർ എക്സാമ്പിൾ, MSMEs എങ്ങനെയാണ്? MSMEസിന് അവരുണ്ടാക്കുന്ന പ്രോഫിറ്റ് ഇപ്പോ CSR ഫണ്ട് പോലെ, ഓക്കെ, CSR ഫണ്ട് എങ്ങനെയാ ചെയ്യുന്നത്? അവരുണ്ടാക്കുന്ന പ്രോഫിറ്റുകളുടെ ഇത്ര ശതമാനം രൂപ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് രൂപ എന്ത് ചെയ്യണം? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ MSMEs ചെറിയൊരു ശതമാനം തുക നമ്മളുടെ പഞ്ചായത്ത് വെൽഫെയറിലേക്ക് പേ ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് ഒരു ഓൺ റവന്യൂ ആയിട്ട് മാറില്ലേ? സോ എന്താണ്? MSME പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ദെൻ ഇന്നത്തെ ന്യൂസിൽ ഒരു നോർവേയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഈവൻ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്, അല്ലെങ്കിൽ ലോവർ ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ആണ്, അല്ലെങ്കിൽ ലോവർ ലെവൽ ലോക്കൽ ബോഡീസ് ആണ് ഈവൻ ഇൻകം ടാക്സ് പോലും കളക്ട് ചെയ്യുന്നത്. സോ ആ ഒരു സിസ്റ്റത്തിലേക്കൊന്നും ഇന്ത്യയിലേക്ക് വരാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ഇന്ത്യയിൽ ഡയറക്റ്റ് ടാക്സിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. അത് പണ്ട് മുതലേ നിൽക്കുന്ന സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ പെട്ടെന്നൊന്നും ഉടച്ചു കളയാനായിട്ട് പറ്റില്ല. പകരം എന്ത് ചെയ്യാൻ പറ്റും? പകരം നമുക്ക് സ്ട്രക്ചറൽ ചേഞ്ച് വരുത്താതെ തന്നെ ചില ലീനിയേജ് ചേഞ്ചുകൾ വരുത്തിക്കൊണ്ട്, ചില മിനിമൽ ചേഞ്ചസുകൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഇവരുടെ ഈ ഫിസ്ക്കൽ ക്രൈസിസിനെ മാറ്റാനായിട്ട് സാധിക്കും.
ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളുടെ ഒരു ഫിസിക്കൽ ക്രൈസിസ് അല്ലെങ്കിൽ മുനിസിപ്പൽ ഫിസിക്കൽ ക്രൈസിസുകൾ വരുന്നത്. ദെൻ വാട്ട് ഈസ് മുനിസിപ്പൽ ബോണ്ടുകൾ? എന്താണ് ബോണ്ടുകൾ? ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരാൾക്ക് കടം കൊടുത്തു. ഓക്കെ, നിങ്ങൾ ഒരാൾക്ക് കടം കൊടുത്തു, നിങ്ങൾ ഇത്ര ദിവസം കഴിയുമ്പോൾ തിരിച്ചു തരണം എന്നൊരു മുദ്രപത്രത്തിൽ എഴുതി അത് നിങ്ങളുടെ കയ്യിലേക്ക് വാങ്ങിച്ചു വെച്ചു. അതിനെ നോർമലി വിളിക്കുന്ന പേരുകളാണ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് കോർപ്പറേഷനുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ അവർക്ക് ഡെപ്റ്റ് കടമെടുക്കുമ്പോൾ കൊടുക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഒഫീഷ്യലി ബോണ്ടുകൾ എന്ന് വിളിക്കുന്നത്. നോർമലി ഞാനൊരു കടം കൊടുത്തിട്ട് ഒരു പേപ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനതിനെ ബോണ്ട് എന്നാണ് വിളിക്കുന്നത്, അല്ലെ? സോ അത് അൺഒഫീഷ്യൽ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ടുകൾ. ഒരു ബോണ്ട് സൈൻ ചെയ്തു തന്നെ. സോ ഒഫീഷ്യലി അല്ലെങ്കിൽ സ്ട്രക്ചറിൽ, അതായത് നമ്മളുടെ മാർക്കറ്റുകളിൽ ഒരാൾ കടം കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് കടം തിരിച്ചു നൽകാം എന്ന് ഉറപ്പ് നൽകുന്ന പേപ്പറിനെയാണ് ബോണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഗവൺമെന്റ് ബോണ്ടുകൾ ഉണ്ട്, ദെൻ പ്രൈവറ്റ് ബോണ്ടുകൾ ഉണ്ട്, അതിനെയാണ് ഡിബഞ്ചേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ഡെപ്റ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഡെപ്റ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ കടം എടുക്കുന്നതിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് ഡെപ്റ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ബോണ്ടുകൾ ഉണ്ട്, ട്രഷറി ബില്ലുകൾ ഉണ്ട്. അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന ബോണ്ടുകളാണ്. സോ ഞാനൊരു മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്, വിച്ച് മീൻസ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആണ് ഞാനെന്ന് വിചാരിക്കാം. ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ മേയറാണ്. എന്റെ ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ എനിക്കൊരു പുതിയ ബിൽഡിംഗ് പണിയണം, അല്ലെങ്കിൽ ഒരു മെട്രോ പ്രൊജക്ട് എനിക്ക് ഉദ്ഘാടനം ചെയ്യണം, മെട്രോ പ്രൊജക്ട് പ്രപ്പോസ് ചെയ്യണം. അതിനുള്ള പണം എനിക്ക് എങ്ങനെ കണ്ടെത്താം? എനിക്ക് കടം വാങ്ങാം. ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഗവൺമെന്റ് ബോണ്ടുകൾ അല്ലെങ്കിൽ മുനിസിപ്പൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് എനിക്ക് കടം വാങ്ങാം. അങ്ങനെ എല്ലാവർക്കും, അതായത് എല്ലാ കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഇങ്ങനെ കടം വാങ്ങാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താ? കടത്തിന് ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. സോ ഗവൺമെന്റ് കടത്തിന് ഗ്യാരണ്ടി നിൽക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗുകളൊക്കെ നടത്തണം. സോ RBIക്ക് കൃത്യമായിട്ട് അതിനൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് ഇപ്പൊ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ കൊടുക്കുന്ന ബോണ്ടുകളെയാണ് മുനിസിപ്പൽ ബോണ്ടുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഒരു 1998 മുതലൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ്. 1990 മുതലുള്ള കൺസെപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തത് അഹമ്മദാബാദ് ആണ്. 1998 അഹമ്മദാബാദ് തന്നെയാണ്. ഓക്കെ, ആദ്യമായിട്ട് ഒരു മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. 1997 8 ആണ് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് മുനിസിപ്പൽ ബോണ്ട്. പക്ഷേ ഇത് ഹൈലി റിജിഡ് ആണ്. ഓൺ റവന്യൂ ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഓൺ റവന്യൂ കൂടുതൽ ഉണ്ട് എന്ന് RBIക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് RBI സമ്മതിക്കുകയുള്ളൂ. സോ ആവറേജ് റവന്യൂ 5000-ൽ താഴെയാണ് ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ. അങ്ങനെ നോക്കുമ്പോൾ എത്ര പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഈ മുനിസിപ്പൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫിസിക്കൽ ക്രൈസിസ് മനസ്സിലായല്ലോ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ. രണ്ടാമത്തത് മുനിസിപ്പൽ ബോണ്ടുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ ഒരു ന്യൂസ് ഡിസ്കഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇന്ത്യാസ് ക്ലീൻ എനർജി റവല്യൂഷൻ. എന്താണ് ഇന്ത്യയുടെ ക്ലീൻ എനർജി റവല്യൂഷൻ? ഇന്നലത്തെ ന്യൂസിൽ ഉണ്ടായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ റിന്യൂവബിൾ എനർജി പാർട്ട്ണർഷിപ്പ്. സോ ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ക്ലീൻ എനർജിയുമായി ബന്ധപ്പെട്ട്, റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് ക്രിറ്റിക്കൽ മിനറൽസിൽ നമ്മൾ ഇന്നോവേഷനുകൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇന്നത്തെ ന്യൂസിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ എടുക്കുക. മൂന്ന് മിനറൽസ് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് നിക്കൽ, സെക്കൻഡ് വൺ ഈസ് ലിഥിയം ആൻഡ് ദ തേർഡ് വൺ ഈസ് കൊബാൾട്ട്. എന്താണ്? ഫസ്റ്റ് വൺ ഈസ് നിക്കൽ, സെക്കൻഡ് വൺ ഈസ് ലിഥിയം ആൻഡ് ദ തേർഡ് വൺ ഈസ് കൊബാൾട്ട്. ഇതില് കൊബാൾട്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കൊബാൾട്ട് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അന്നത്തെ എക്കോണമിക് സർവേയിലും ഈ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കൊബാൾട്ടിന്റെ റെയർ എർത്ത് എലമെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ കൊബാൾട്ട് ഏറ്റവും കൂടുതൽ ഉത്പാദിക്കുന്നത് എവിടെയാണ്? കൊബാൾട്ട് ഏറ്റവും കൂടുതൽ ഉത്പാദിക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. ഓക്കെ,
സോ ഈ മൂന്ന് പ്രൊഡക്റ്റും, അതായത് നിക്കൽ ഉണ്ട്, ലിഥിയം ഉണ്ട്, ദെൻ വേറെ ഏതുണ്ട്, കൊബാൾട്ട് ഉണ്ട്. ഈ മൂന്ന് പ്രൊഡക്റ്റും മേജർലി, അതായത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പൊസിഷനിൽ ഓസ്ട്രേലിയ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പാർട്ണർഷിപ്പ് ആര് ഓസ്ട്രേലിയയുടെ മിനിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഹിന്ദു ജനപത്രത്തിൽ വന്നത്. ഓക്കെ, സോ ഈ മൂന്ന് മേജറിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊമിനന്റ് പ്ലെയർ ഓസ്ട്രേലിയയാണ്. ഇപ്പോ എന്താണ്, നിക്കലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിക്കൽ പ്രധാനമായിട്ടും വരുന്നത് ഇന്തോനേഷ്യ ആണെന്ന് തോന്നുന്നു. ദെൻ നമ്മളുടെ എന്താണ് ലിഥിയം പ്രധാനമായിട്ടും വരുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയാണ് മേജറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രി. ദെൻ എനിക്ക് തോന്നുന്നു സൗത്ത് അമേരിക്കയിലുള്ള ഒരു കൺട്രിയാണ് അത് ഏറ്റവും കൂടുതൽ റിസർവുകൾ ഉള്ളത്. ചിലിയിലാണ് ലിഥിയം ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ളത്. മറന്നുപോയി, ചിലിയിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ളത്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഓസ്ട്രേലിയയാണ് രണ്ടാം സ്ഥാനത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലിയിൽ റിസർവ് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള വലിയ കപ്പാസിറ്റി ഇല്ല. അങ്ങനെ കപ്പാസിറ്റി ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? ചൈന അങ്ങടേക്ക് പോയിട്ട് അവിടെ ഫാക്ടറികൾ ബിൽഡ് ചെയ്യും. എന്നിട്ട് ഈ റെയർ എർത്ത് എലമെന്റുകൾ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടല്ല, അവര് മൈൻ ചെയ്ത് എടുത്തുകൊണ്ട് അവരുടെ രാജ്യത്തേക്ക് വരികയും അവിടെ എന്ത് ചെയ്യും? അവിടെ ഇത് വാല്യൂ അഡീഷൻ നടത്തും. അല്ലെങ്കിൽ അവിടെ അത് പ്രോസസ്സ് ചെയ്തിട്ട് ബാറ്ററികളായിട്ടും അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് മാറ്റിയിട്ട് കൊണ്ടുപോകും. ഓക്കെ, സോ ചിലിയാണ് ലിഥിയത്തിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന കൺട്രി. നിക്കലിന്റെ കേസിലാണെങ്കിൽ ആരാണ്? ഇന്തോനേഷ്യയാണ്. നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇന്തോനേഷ്യ, സ്ട്രേറ്റ് ഓഫ് മലാക്ക കണക്ട് ചെയ്യുന്ന, സിംഗപ്പൂരും ഇന്തോനേഷ്യയും കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ഓഫ് മലാക്കയുടെ തീരത്ത് കിടക്കുന്ന ഇന്തോനേഷ്യയാണ് എന്ത്? ഏറ്റവും കൂടുതൽ നിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രി. കൊബാൾട്ട് ആണെങ്കിൽ ആരാണ്? നമ്മളുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. ഇതാണ് ഫസ്റ്റ് മേജർ പാർട്ടിൽ നിന്ന് UPSC പെർസ്പെക്റ്റീവിൽ നമുക്ക് വരുന്നത്. രണ്ടാമത്തെ പാർട്ട് നിങ്ങൾക്ക് അറിയാം, 500 ജിഗാവാട്ട് നോൺ റിന്യൂവബിൾ എനർജി, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ദെൻ 2070 കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2070 കൂടിയിട്ട് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറയുന്ന ഒരു വിഷനിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. 2050 ആവുമ്പോഴേക്കും നെറ്റ് ന്യൂട്രൽ ആവാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 2070 തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് സീറോ കാർബൺ എമിഷൻ. ഈ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ഞങ്ങൾ എമിറ്റ് ചെയ്യുകയില്ല എന്നാണോ? അല്ല, നമ്മൾ ഒരുപാട് റിന്യൂവബിൾ എനർജി റിസോഴ്സസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുവഴി കാർബൺ ക്യാപ്ചറുകൾ നടത്താനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ നമ്മൾ ഒരുപാട് അഫോറസ്റ്റേഷൻ മെക്കാനിസംസ് നടത്തുന്നുണ്ട്. ഇതുവഴിയെല്ലാം കാർബൺ ക്യാപ്ചറുകൾ നമ്മൾ നടത്തും. സോ നമ്മൾ പുറന്തള്ളുന്ന കാർബണുകളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ റിന്യൂവബിൾ റിസോഴ്സസ് വഴിയും നമ്മൾ കാർബൺ ക്യാപ്ചർ വഴിയും കാർബൺ സീക്വസ്റ്ററൈസേഷൻ വഴിയും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിടിച്ചു വെക്കും. സോ നെറ്റ് എഫക്റ്റ് വിൽ ബി സീറോ. നമ്മൾ കാർബൺ പുറന്തള്ളില്ല എന്നല്ല, പകരം നെറ്റ് എഫക്റ്റ് വിൽ ബി സീറോ. നമ്മൾ കാർബൺ പുറന്തള്ളുമ്പോൾ അതിനനുസരിച്ചുള്ള മെഷേഴ്സ് നമ്മൾ എടുത്തിട്ട് ആ കാർബണിനെ നമ്മൾ പിടിച്ചു വെക്കുകയും അത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനെയാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. സോ 2070 കൂടിയിട്ടേ നമ്മൾ എത്തുകയുള്ളൂ. യൂറോപ്യൻ കൺട്രികളെല്ലാം 2050 കൂടിയിട്ട് എത്തും. ഡെവലപ്പിംഗ് കൺട്രീസിന് 2070 വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ അവസരത്തിൽ എന്താണ്? ക്രിട്ടിക്കൽ മിനറൽസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. റിന്യൂവബിൾ എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്, ഫോട്ടോവോൾട്ടായിക് സെൽ ക്രിയേറ്റ് ചെയ്യാൻ, ദെൻ സെമി കണ്ടക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ, ഫോൺസിന്റെ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ഈ എന്താണ് റയർ എർത്ത് എലമെന്റ്, നിക്കല്, കൊബാൾട്ട്, ലിഥിയം, ദെൻ അതർ റയർ എർത്ത് എലമെന്റുകളെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യക്ക് ഒരു റയർ എർത്ത് എലമെന്റ് പോളിസി ഉണ്ട്. 2016 നമുക്ക് എന്തുണ്ട്? ഒരു റയർ എർത്ത് എലമെന്റ് പോളിസി ഉണ്ട്. ഇതുവഴി നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസിന് മൈൻ ചെയ്യാനായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ പ്രൊമിനന്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് 2019 20 ഒരു ആക്ട് കൂടിയുണ്ട്. എങ്ങനെ? റയർ എർത്തുമായി ബന്ധപ്പെട്ടിട്ട്. ദെൻ നമ്മളുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിലും രാജസ്ഥാൻ റീജിയനുകളിലും എല്ലാം ലിഥിയം റിസർവുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ മൈനിങ്ങിന് വേണ്ടിയിട്ട്, റയർ എർത്ത് എലമെന്റുകൾ മൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പല പോളിസീസും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 99% ഓഫ് റിസർവുകളും 99% ഓഫ് റയർ എർത്ത് എലമെന്റുകളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ ആ ഒരു മൈനിങ് പൊട്ടൻഷ്യൽസ് നമ്മൾ ഇനി ക്യാപ്ചർ ചെയ്യാനായിട്ടുണ്ട്. നമ്മളുടെ
ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിലാണെങ്കിലും എവിടെയാണ് നമ്മളുടെ രാജസ്ഥാൻ റീജിയനിലാണെങ്കിലും നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ മൈനിങ് പ്രോസസ് ഇറ്റ്സെൽഫ് എൻവിറോൺമെന്റൽ ഡിസ്ട്രക്ഷൻസ് സംഭവിക്കുന്ന പ്രോബ്ലമാണ്. വെറുതെ അവിടെ ചെന്നിട്ട് ഒരു മൺവെട്ടിയായിട്ട് വെട്ടിയെടുത്ത് കഴിഞ്ഞ് പോരുന്ന സാധനമല്ല ലിഥിയം അല്ലെങ്കിൽ റയർ എർത്ത് എലമെന്റുകൾ. ഈ ഒരു പ്രോസസ്സ്, ലിഥിയം എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിന് തന്നെ ഒരുപാട് എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളൊരു റയർ എർത്ത് എലമെന്റ് പോളിസീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ ആണ് ഇന്നത്തെ നമ്മളുടെ ഓപ്പൺ എഡിറ്റോറിയലിലെ സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയലിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ വായിച്ചു കഴിയുമ്പോൾ എന്തോ വലിയ സംഭവമൊക്കെയാണ്, എന്തോ വലിയ കാര്യങ്ങൾ, ക്രോണിക് ക്യാപിറ്റലിസം, ദെൻ എന്താണ് വെൽഫെയറിസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ സംഭവങ്ങളൊന്നുമില്ല. അതായത് ഒരു ന്യൂ വേൾഡ്, ന്യൂ എക്കോണമിക് ഓർഡർ ലോകത്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ്? ഗ്രേറ്റ് അമേരിക്ക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അല്ലെ? മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ക്യാമ്പയിനുകളൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയ വേൾഡ് ഓർഡർ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ത്യക്കുള്ള പ്രാധാന്യം നമുക്കറിയാം. എന്താണ്? ഗ്ലോബൽ സൗത്തിലേക്ക് കണ്ണുവെച്ച് നിൽക്കുന്ന ഇന്ത്യ, ഗ്ലോബൽ സൗത്തിലെ ഏറ്റവും വലിയ പവർ ആകാനായിട്ടുള്ള ഇന്ത്യ. ആ ഒരു കാര്യം തന്നെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, സോ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളൊന്നും അല്ല. ടെക്നിക്കൽ ജാർഗൻസുകളിലേക്കൊന്നും പേടിച്ചുകൊണ്ട് നിങ്ങൾ പോവാതിരിക്കേണ്ട. ഓക്കെ, സോ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒരു കൾച്ചറൽ ഷിഫ്റ്റ് നടത്തിയിരിക്കുകയാണ്, എക്കോണമിക്കൽ കൾച്ചറൽ ഷിഫ്റ്റ് നടത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? അവരൊരു ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ക്രോണി ക്യാപിറ്റലിസം. എന്താണ് ക്രോണി ക്യാപിറ്റലിസം? വിച്ച് മീൻസ് ക്യാപിറ്റലിസം നോർമലി എങ്ങനെയാണ്? അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ക്രോണി ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ ആളുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എലോൺ മസ്ക്, ഗൂഗിളിന്റെ സിഇഒ, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ട്. അവര് പോളിസി ഫ്രെയിംവർക്കിനെ, ഗവൺമെന്റിന്റെ പോളിസി ഫ്രെയിംവർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇവര് ചിലപ്പോൾ പണം കൊടുക്കും, ഇപ്പോൾ എലക്ഷൻ നടത്താനായിട്ടുള്ള ഫണ്ടുകൾ ഇവർ കൊടുക്കും. അങ്ങനെ ഇവരുടെ ഗുഡ്സിന് വേണ്ടിയിട്ട്, ഇവരുടെ നല്ലതിന് വേണ്ടിയിട്ട്, നമ്മളുടെ സ്റ്റേറ്റിന്റെ പോളിസീസിനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവര് ഇൻഫ്ലുവൻസ് ചെയ്യും. ആര്? ഈ ഇൻഡസ്ട്രിയലിസ്റ്റ്. അങ്ങനെയുള്ളവരെയാണ് എന്ത്? ക്രോണി ക്യാപിറ്റലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ക്രോണി ക്യാപിറ്റലിസ്റ്റ് എന്താണ്? ക്രോണി ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഗവൺമെന്റിന്റെ പോളിസീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസിയെ അവരുടെ പോളിസിയുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ എന്താണ് പോളിസീസ് മേക്ക് ചെയ്യാൻ കഴിയുന്ന ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെയാണ് ക്രോണി ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അമേരിക്ക ഒരു ക്രോണി ക്യാപിറ്റലിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനുള്ള എക്സാമ്പിൾ? ഈ കഴിഞ്ഞ വീക്കിലോ അതിന് മുന്നത്തെ വീക്കിലോ ആണ് നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് അവിടെയുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള എല്ലാ സിഇഒമാരെയും വിളിച്ച ഒരു വട്ടമേശ സമ്മേളനം കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ സുന്ദർ പിച്ചൈ ഉണ്ടായിരുന്നു, ദെൻ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ഉണ്ടായിരുന്നു, മെറ്റയുടെ സിഇഒ ഉണ്ടായിരുന്നു, എലോൺ മസ്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. സോ ഇങ്ങനെയുള്ള പ്രമുഖ ആളുകളെ വിളിച്ചിട്ട് എന്ത് ചോദിച്ചു? നിങ്ങൾ എത്ര രൂപ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? സോ ആ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യം എന്താണ്? സോ ഈ ആർട്ടിക്കിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സോ ഒരു വെൽഫെയർ സ്റ്റേറ്റ്, സിറ്റിസൺ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റിലേക്ക്, അതായത് ഒരു ടെക്നോ ക്യാപിറ്റലിസ്റ്റിന് എന്താണോ വേണ്ടത് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു സ്റ്റേറ്റ് മാറിയിരിക്കുകയാണ്. വേറെയും എക്സാമ്പിൾ ഉണ്ട്. എന്താണ്? റയർ എർത്ത് എലമെന്റ് പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ടെക്നോളജി അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് തായ്വാനോട് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക ഒരു ടെക്നോ ഫ്യൂഡൽ സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യാനിസ് വെറോഫാക്കിസിന്റെ ഒരു ബുക്ക് ഉണ്ട്, ടെക്നോ ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. ഓർത്തു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെ ഒരു രീതിയിലേക്ക് അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് അമേരിക്കയുടെ ബദ്ധവൈരിയായിട്ട് ആരുണ്ട്? ചൈനയുണ്ട്. ചൈനയും ഒരുപാട് പ്രൊഡക്ഷൻ മേഖലയിൽ, എക്സ്പോർട്ട് മേഖലയിലെല്ലാം എന്താണ് വിന്യസിച്ച് നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതിന്റെ ഇപ്പുറത്ത് ആരുണ്ട്? ഇന്ത്യയുണ്ട്. ഇന്ത്യക്ക് എന്താണ് ഇതിൽ നിന്നുള്ള ലാഭം? സോ അമേരിക്ക മറ്റൊരു രീതിയിലേക്ക് എന്താണ് വെൽഫെയർ സ്റ്റേറ്റിൽ നിന്ന് മാറുമ്പോൾ ഇന്ത്യ ഈ വെൽഫെയറിസത്തെ മുറുകെ പിടിക്കണം. ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യ ഈ വെൽഫെയറിസത്തെ മുറുകെ പിടിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു മേഖലയിൽ, കാരണം അമേരിക്ക അവരുടെ മേജർ കോൺസെൻട്രേഷനിലേക്ക് പോവുകയാണ്. എന്ത് ചെയ്യുന്നു? അവര് UK ആയിട്ട് ഇടയുന്നു, കാനഡയായിട്ട് ഇടയുന്നു. സോ കാനഡയും UK അസംതൃപ്തരാണെങ്കിൽ നമുക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റീസിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും.
സോ കാനഡയിലേക്ക് ഇന്ത്യക്ക് എക്സ്പോർട്ട് കൂടാം, UK ഇന്ത്യക്ക് എക്സ്പോർട്ട് കൂടാം, ദെൻ ഗ്ലോബൽ സൗത്തിലേക്ക് ഇന്ത്യക്ക് എക്സ്പോർട്ട് കൂടാം. സോ ഇന്ത്യയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കൂടി വരികയാണ്. അമേരിക്ക ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്രോണിക് ക്യാപിറ്റലിസത്തിലേക്ക് പോയി കഴിയുമ്പോൾ ദെൻ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഓപ്പർച്യൂണിറ്റീസ്, മറ്റു കൺട്രീസുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന്റെ ആഴം കൂടുകയാണ്. എക്സാമ്പിൾ ഉണ്ട്, UK ആയിട്ട് നമുക്ക് നല്ല ബന്ധം, കാനഡയുമായിട്ട് ഇപ്പൊ കറന്റ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഫോറിൻ മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നത്. AI സബ്മിറ്റിലേക്ക് മാർക്ക് കാർണിയെ നമ്മൾ വിളിച്ചു, പ്രൈം മിനിസ്റ്റർ, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണിയെ നമ്മൾ വിളിച്ചു. ദെൻ വേറെ എന്താണ്, യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു? ഇന്ത്യ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സംസാരിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ സംസാരിക്കാം. ദെൻ ഗ്ലോബൽ സൗത്തിലേക്ക് ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ആരൊക്കെ നമ്മൾ കയറ്റി? UAE കയറ്റി, ദെൻ ഇന്തോനേഷ്യ ഉണ്ട്, അങ്ങനെ പല കൺട്രീസിനെയും നമ്മൾ ബ്രിക്സ് ഉച്ചകോടി മൾട്ടി അലൈൻമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കയറ്റി. മോദിജി ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണ്? ബ്രിക്സ് ആണ് മൾട്ടി അലൈൻമെന്റ്, ഇന്ത്യയിലെ ലോകത്ത് മൾട്ടി പോളാർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്രിക്സ് ഉച്ചകോടി വളരെ ശക്തമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? മോദിജി പറയുകയുണ്ടായി. സോ ഇതെല്ലാം ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ ഒരു കൺട്രി അല്ലെങ്കിൽ മേജർ കൺട്രി ഒരു ടെക്നോക്രാറ്റിക് വേൾഡിലേക്ക് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ വെൽഫെയറിസത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് കൺട്രീസിന് അത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മാത്രമാണ് ഈ ഒരു ഡിസ്കഷൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഡിസ്കഷൻ. അപ്പൊ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അനന്ത ക്രോണിക്കിൾ എന്ന് പറഞ്ഞൊരു PDF നിങ്ങൾക്ക് ലഭിക്കും. ഡെയിലി ന്യൂസിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അനന്ത ക്രോണിക്കിളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ നമ്മളുടെ ഈ ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ദെൻ TYQ അലൈൻഡ് ആയിട്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നിങ്ങൾക്ക് അനന്ത IAS അക്കാഡമിയുടെ വീക്ക്ലി ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, നിങ്ങൾ പഠിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി ടെസ്റ്റ് സീരീസിലൂടെ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെലഗ്രാം ചാനലിലേക്ക് പോയിട്ട് കാര്യമില്ല, നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഷെഡ്യൂളും ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരാം. ഓക്കെ, സോ ടെലഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവര് നമ്മളുടെ ഫസ്റ്റ് കമന്റിലുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.